വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ തെളിവെടുപ്പിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീഴുകയായിരുന്നു. തുടർന്ന് കല്ലറയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തെളിവെടുപ്പിന് പോകാതിരിക്കാൻ വേണ്ടി അഫാൻ കളിച്ച നാടകമെന്ന സംശയത്തിലാണ് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ചേരുന്നു. ജിബിൻ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണോ അഫാന്റെ വിശദാംശങ്ങൾ എന്താണ്? മോത്തി ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള ശുചിമുറിക്ക് സമീപം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അവിടെ ഇരുന്നത്. അവിടെ നിന്നാണ് അഫാൻ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യയുടെ ശ്രമമാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാനമായ നിലയിൽ കണ്ടെത്തിയ അഫാനെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള സമീപത്തുള്ള ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ കല്ലറയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ഏകദേശം ഒരു 4 മിനിറ്റ് മാത്രമാണ് അഫാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അവിടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ അഫാനെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം ബോധ്യം വന്നു. അഫാൻ്റെ BP ഒക്കെ തന്നെ നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അഫാനെ തിരികെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അഫാൻ്റേത് ഒരു ആത്മഹത്യ നാടകം എന്നുള്ള ഒരു ശ്രമം, ഒരു നാടകമായിട്ട് നടത്തിയ ആത്മഹത്യ ശ്രമം എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ തെളിവെടുപ്പിനായി ഉമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടി, ഈ തെളിവെടുപ്പിന് പോകാതിരിക്കാൻ വേണ്ടി അഫാൻ കളിച്ച ഒരു നാടകമാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്തു നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ വിളിക്കുന്നതിന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ജിബിൻ, വേണമെങ്കിൽ അതെന്താണെന്നൊന്ന് അന്വേഷിച്ചോളൂ. വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കുഴിഞ്ഞു വീണു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേ തുടർന്ന് കല്ലറയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പോലീസ് തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതാണ്. ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് ഉമ്മുമ്മയായ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസാണ്. അതുമായി ബന്ധപ്പെട്ട എന്താണെന്ന് വിവരം കിട്ടിയോ? എന്താണ് സംഭവം? മൂത്തി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് ഫിക്സ് വന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ശബ്ദം കേട്ടത്. എന്തായാലും അഫാൻ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അകത്തോട്ടേക്ക് പോയത്. പക്ഷേ അത് മറ്റൊന്നുമല്ല, അത് പോലീസുകാരുടെ ഒരു ആരോഗ്യ പ്രശ്നം മാത്രമായിരുന്നു. എന്തായാലും അഫാൻ ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണുള്ളത്. എന്തായാലും ഇന്ന് നടക്കുന്ന തെളിവെടുപ്പിന് പോകാതിരിക്കാൻ വേണ്ടി അഫാൻ കളിച്ച ഒരു നാടകം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഈ രാവിലത്തെ സംഭവങ്ങളെ പോലീസ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഏകദേശം ഒരു 9 മണിയോട് കൂടി തന്നെ അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം അഫാന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അഫാൻ്റെ BP ഉൾപ്പെടെ നോർമലാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് 9 മണിയോട് കൂടി തന്നെ തെളിവെടുപ്പിനെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകുക ഈ തൊട്ടടുത്തുള്ള ഉമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തിച്ചായിരിക്കും അഫാനെ തെളിവെടുപ്പ് നടത്തുക. ഈ സംഭവ ദിവസം അഫാൻ അവിടേക്ക് എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് അഫാൻ പോയ വഴി, എങ്ങനെയാണ് വീട്ടിലേക്ക് കടന്നത്, എങ്ങനെയാണ് ഈ ഉമ്മയെ കൊലപ്പെടുത്തിയത്, അതിനുശേഷം അവരുടെ കൈവശം ഉണ്ടായിരുന്ന മാല കൈവശപ്പെടുത്തിയത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് അഫാനെ ചോദ്യം ചെയ്ത് അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അഫാനെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷമായിരിക്കും അഫാൻ പിന്നീട് ഈ മാലയൊക്കെ തന്നെ പണയം വെച്ചത് വെഞ്ഞാറമൂട്ടിലുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ്. അങ്ങോട്ടേക്ക് ഉൾപ്പെടെ അഫാനെ കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ, അതായത് അഫാൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസ്, 95 വയസ്സുകാരിയായ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ അഫാൻ ഈ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് അഫാനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അഫാൻ ഇവിടെ ഉള്ളത്. ഇന്നലെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനെ എത്തിച്ചിരുന്നു. അവിടെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അഫാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആദ്യ ദിവസത്തെ മൊഴിയിൽ തന്നെ അഫാനെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് അഫാൻ പറയുന്നത് കുടുംബത്തിൻ്റെ കനത്ത സാമ്പത്തിക പ്രശ്നം, അതായത് തീർത്താൽ തീരാത്ത സാമ്പത്തിക പ്രശ്നവും ഈ ഉമ്മുമ്മയോടുള്ള തീർത്താൽ തീരാത്ത പകയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അഫാൻ പോലീസിന് ഇന്നലെ നൽകിയ മൊഴി. പോലീസ് ഇപ്പോൾ അത് വിശ്വാസ്യതയിൽ എടുക്കുകയാണ്. കാരണം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ നേരത്തെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പോലീസ് അഫാനോട് ചോദിച്ചിരുന്നു, സിനിമകൾ എന്തെങ്കിലും തന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അഫാനോട് പലതവണ പോലീസ് ചോദിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ അഫാൻ എല്ലാ പുതിയ സിനിമകളെല്ലാം കാണുന്ന ആളാണ്. പക്ഷേ ഒരു സിനിമയും തന്നെ ഈ ഒരു കൊലപാതകത്തിന് പ്രചോദനമായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അഫാൻ ഇന്നലെ പോലീസിനെ മൊഴിയെ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പോലീസ് പറയുന്ന ഒരു കാര്യം, അതായത് അഫാനോട് ചോദിച്ചു എന്താണ് ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ അഫാൻ പറഞ്ഞൊരു മറുപടിയാണ്, അതായത് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ അവരോട് പലതവണ തൻ്റെ സാമ്പത്തിക ബാധ്യത വീട്ടുന്നതിന് വേണ്ടി മാല ചോദിച്ചു, അവർ തന്നില്ല. അതിലുള്ള പക കാരണമാണ് അവർ കൊലപ്പെടുന്നത്.
കൊലപ്പെടുത്തിയത്. ആദ്യം തന്നെ അവരെ കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ ഇന്നലെ പോലീസിനോട് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പോലീസ് പറയുന്നത് അഫാന് വലിയ രീതിയിലുള്ള ഈ ഒരു ആത്മഹത്യ പ്രവണതയുണ്ട്. അതുകൊണ്ട് അഫാൻ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ രാവിലെ അഫാൻ കുഴങ്ങി വീണ സമയത്ത് പോലീസ് ഇതൊരു ആത്മഹത്യ ശ്രമമാണോ എന്നൊക്കെ തന്നെ സംശയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെ അഫാനെ ആദ്യം കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും അവിടെ നടത്തിയ പരിശോധനയിൽ ഇത് ആത്മഹത്യ ശ്രമമല്ല, അഫാന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു കാര്യത്തിലൊക്കെ തന്നെ വ്യക്തമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇപ്പോൾ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അഫാനെ ഉടൻ തന്നെ ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മോത്തി. ശരി ജിബിൻ. അഫാനെ 9 മണിയോടുകൂടി തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തെളിവെടുപ്പിനായി കൊണ്ടുപോകാതിരിക്കാൻ അഫാൻ കളിച്ചൊരു നാടകമാണ് ഇതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസുള്ളത്.